ജയ് ഗണേഷ് വർഷങ്ങൾക്ക് ശേഷം ആവേശം ആടുജീവിതം എന്നീ സിനിമയുടെ കളക്ഷൻ അപ്ഡേറ്റ്സ് ആണ് വീഡിയോ ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായിരിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. നമ്മുടെ ജയ് ഗണേഷിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വളരെയധികം താഴ്ന്ന കളക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. ലക്ഷങ്ങളിലാണ് സിനിമയുടെ എല്ലാ ദിവസത്തെ കളക്ഷൻ ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യ ദിവസത്തെ കളക്ഷൻ 45 ലക്ഷമാണ്. രണ്ടാം ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 31 ലക്ഷം. മൂന്നാം ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 29 ലക്ഷം. നാലാം ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 57 ലക്ഷം. അഞ്ചാം ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 33 ലക്ഷം. ആറാം ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 23 ലക്ഷം. അങ്ങനെ ടോട്ടലായിട്ട് 6 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ 2.18 കോടിയാണ്. ഒരു വലിയൊരു ദുരന്തത്തിലോട്ടാണ് സിനിമയുടെ കളക്ഷൻ നീങ്ങി പോകുന്നത്. സിനിമേൻ്റെ ടോട്ടലായിട്ട് നോക്കുന്ന ജെന്യൂനായ റിവ്യൂസും വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡീഗ്രേഡിങ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ ഉണ്ണി മുകുന്ദൻ്റെ ഇൻസ്റ്റാ പേജിൽ തന്നെ ഈ സിനിമേൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായുള്ള വീഡിയോയിൽ തന്നെ നല്ല രീതിയിൽ ഡീഗ്രേഡിങ് കാണാൻ സാധിക്കുന്നുണ്ട്. പൊളിറ്റിക്കലി വരുന്ന ഒരു ഡീഗ്രേഡിങ് ആണോ അതോ സിനിമ ശരിക്കും വരുന്ന നെഗറ്റീവാണ്, സിനിമ പറ്റ പോക്കാണ്, ആ രീതിയിൽ ഡീഗ്രേഡ് ചെയ്യണമെന്ന് ഒരു അറിവുമില്ല. എന്തൊക്കെ പറയുകയാണെങ്കിൽ സിനിമയ്ക്ക് നല്ല രീതിയിൽ ഡീഗ്രേഡിങ് സിനിമേൻ്റെ കളക്ഷനിൽ ബാധിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ക്ലാഷ് റിലീസ് ചെയ്തതിന് ഒരു വലിയൊരു ആന മണ്ടത്തരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ ഫഹദ് ഫാസിലിൻ്റെ ആവേശം എന്ന സിനിമ, ജിത്തു മാധവൻ കോമ്പോ, നമ്മുടെ വിനീത് ശ്രീനിവാസൻ്റെ ഒരു കിഡ്ലൻ സിനിമ, ഇതൊക്കെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് സിനിമേൻ്റെ ഈ കളക്ഷൻ്റെ കാര്യത്തിൽ. എന്തായാലും വലിയൊരു ദുരന്തത്തിലോട്ട് തന്നെയാണ് സിനിമയുടെ കളക്ഷൻ നോക്കുമ്പോൾ പറയാൻ സാധിക്കുന്നത്. അടുത്ത കളക്ഷൻ അപ്ഡേറ്റ് വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമേൻ്റെയാണ്. സിനിമ ഞാൻ ഇന്നലെ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. സിനിമേൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണ് ചാനലും ചെക്കൗട്ട് ചെയ്യുക. അക്കോർഡിംഗ് ടു മീ പേഴ്സണൽ അഭിപ്രായം നല്ലൊരു സിനിമ തന്നെയാണ് അവർ മേക്ക് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു വീക്ക് പോയിൻറ്റും ഉണ്ട്, പോസിറ്റീവ് പോയിൻറ്റ്സും ഉണ്ട്. എല്ലാതും ഞാൻ റിവ്യൂവിൽ പറയുന്നുണ്ട്. എന്തായാലും ഇതിൽ ഞാൻ പറയുന്നില്ല, ഇതിൽ കളക്ഷൻ മാത്രമാണ്. ആദ്യ ദിവസം സിനിമ 3 കോടിയാണ് കേരളത്തിൽ നേടിയിരിക്കുന്നത് ബോക്സ് ഓഫീസായിട്ട്. രണ്ടാം ദിവസം നോക്കുകയാണെങ്കിൽ 2.75 കോടി. മൂന്നാം ദിവസം നോക്കുകയാണെങ്കിൽ 3.10 കോടി. നാലാം ദിവസം നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 3.37 കോടി. അഞ്ചാം ദിവസം നോക്കുകയാണെങ്കിൽ 2.86 കോടി. ആറാം ദിവസം നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 2.49 കോടി. എങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും കോമൺ ആയി കാണുന്ന ഒരു കാര്യം തന്നെയാണ്, സിനിമ 2 കോടിൻ്റെ താഴെ കളക്ഷൻ പോയിട്ടില്ല. എപ്പോഴും സിനിമയ്ക്ക് എല്ലാ ദിവസവും 2 കോടിൻ്റെ മുകളിൽ തന്നെയാണ് കളക്ഷൻ. സിനിമേൻ്റെ ടോട്ടൽ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 17.57 കോടിയാണ് സിനിമ കേരള ബോക്സ് ഓഫീസിന് 6 ദിവസം പിന്നിടുമ്പോൾ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റ് ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. എന്തായാലും സിനിമേൻ്റെ റിവ്യൂ കേൾക്കാൻ ആഗ്രഹിക്കുന്നതാണെങ്കിൽ ചാനലിൻ്റെ റിവ്യൂസ് എന്ന് പറഞ്ഞ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, ചെക്കൗട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ സിനിമേൻ്റെ റിവ്യൂവിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുക. അല്ലെങ്കിൽ ചാനൽ ജസ്റ്റ് ചെക്കൗട്ട് ചെയ്താൽ മതി. ആവേശം എന്ന സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് 6 ദിവസത്തെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ ആദ്യ ദിവസം സിനിമ 3.50 കോടിയാണ് നമ്മുടെ ഫഹദ് അണ്ണൻ്റെ സിനിമ നേടിയിരിക്കുന്നത്, രംഗ അണ്ണൻ. രണ്ടാം ദിവസം നോക്കുകയാണെങ്കിൽ 3.27 കോടിയാണ്. മൂന്നാം ദിവസം നോക്കുകയാണെങ്കിൽ 3.57 കോടി. നാലാം ദിവസം നോക്കുകയാണെങ്കിൽ 3.95 കോടി, ഓൾമോസ്റ്റ് 4 കോടീൻ്റെ അടുത്ത്. അഞ്ചാം ദിവസം നോക്കുകയാണെങ്കിൽ 3.68 കോടി. ആറാം ദിവസം നോക്കുകയാണെങ്കിൽ 3.57 കോടി. ഈ സിനിമയിൽ ഏറ്റവും വലിയ കോമൺ ആയ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ സിനിമ 3 കോടീൻ്റെ താഴെ കളക്ഷൻ പോയിട്ടില്ല എല്ലാ ദിവസവും 6 ദിവസം പിന്നിടുമ്പോൾ. അങ്ങനെ ടോട്ടലായിട്ട് സിനിമ 6 ദിവസം കൊണ്ട് 20 കോടിന് മുകളിലാണ് കേരള ബോക്സ് ഓഫീസ്. 21.54 കോടിയാണ് സിനിമ ഇതുവരെയായിട്ട് 6 ദിവസം കൊണ്ട് നേടിയിരിക്കുന്നത്. എക്സലൻ്റ് ആയൊരു ട്രെൻഡ് വേർഡ് തന്നെയാണ് എടാ മോനെ, അതിൽ തന്നെ പിടിച്ച് കയറുകയാണ് സിനിമ സത്യം പറയുകയാണെങ്കിൽ. എന്തായാലും സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് ഇതുവരെയായിട്ട് 50 കോടിന് മുകളിലാണ്. എന്തായാലും വേൾഡ് വൈഡ് കളക്ഷനൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. എന്തായാലും സിനിമ കണ്ടവരാണ് അഭിപ്രായം രേഖപ്പെടുത്തുക നമ്മുടെ ആവേശം എന്ന സിനിമേൻ്റെ. ഇതിലും അടുത്ത കളക്ഷൻ അപ്ഡേറ്റ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞൊരു കളക്ഷൻ അപ്ഡേറ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഈ സിനിമയുടെ കളക്ഷൻ അപ്ഡേറ്റ് അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചും കൂടിയായിരുന്നു. എന്തായാലും നമുക്ക് ആ കളക്ഷൻ അപ്ഡേറ്റിലോട്ട് തന്നെ പോകാം. ഇത് വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റ് ഒക്കെ ഉണ്ട്. നമ്മുടെ ആടുജീവിതം എന്ന സിനിമേൻ്റെ 20 ദിവസം പിന്നിടുകയാണ്. 20 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഇതുവരെയായിട്ട് 68.4 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ നോക്കുകയാണെങ്കിൽ 19.2 കോടിയും. അതുപോലെ തന്നെ ടോട്ടൽ ഡൊമസ്റ്റിക് ഗ്രോസ് നോക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 87.6 കോടി. അങ്ങനെ ടോട്ടലായിട്ട് സിനിമ 56.4 കോടിയാണ് നേടിയെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 114 കോടിയാണ്, 144 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത് ടോട്ടൽ വേൾഡ് വൈഡ് ആയിട്ട്. ഇതുവരെയുള്ള 20 ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ട്. എന്തായാലും മൂന്നാമത്തെ ഒരു മോളിവുഡ് സിനിമ തന്നെയാണ് 150 കോടിയിലോട്ട് പോകുന്നത്. എന്തായാലും ഈ വർഷം വരുന്ന എല്ലാ സിനിമകളും വലിയൊരു കളക്ഷനിലോട്ട് തന്നെ പോകട്ടെ, വലിയൊരു വിജയം തന്നെ നേടട്ടെ. എന്തായാലും കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായിട്ട് കാത്തിരിക്കുക. ഇതുപോലെ സിനിമ അപ്ഡേറ്റ്സ് ആൻഡ് ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ.